നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തുക്കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഞാൻ അമ്മാന്ന് വിളിക്കട്ടെ അമ്മമ്മന്ന് വിളിക്കട്ടെ? സുബു, എന്താ അച്ഛന് ജോലിയെന്ന്? ഞാൻ പറഞ്ഞു ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറാ? എവിടത്തെ? കാസർഗോഡത്തെ. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കാണണ്ട്. രാവിന്റെ രോമാഞ്ചം. നമസ്കാരം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദ് ജി മാർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജേട്ടൻ. നമസ്കാരം. നമസ്തേ. നമസ്തേ. എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ ഏതൊരായി എനിക്കറിയാം. നിങ്ങളും ഇപ്പോൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൻ്റെ ഓണം അവസാനിച്ചിട്ടില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ടൈം പരിധിയൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം പ്രാവശ്യം? ഓണം അടിപൊളിയായിരുന്നു. അതിനു മുന്നേ സുരാജേട്ട ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അത് മുഖത്തന്നെ ഉണ്ടല്ലോ, എല്ലാം മുഖത്തന്നെ ഉണ്ട്. ഇപ്പൊ ഡ്രസ്സിംഗ് സ്റ്റൈലാണെങ്കിലും മുഖത്തൊരു പ്രത്യേക ചിരിയും ഇതൊക്കെ കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം. ജമുന പ്യാരി കണ്ടിരുന്നു, സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. സുരാജേട്ടന്റെ തൃശ്ശൂർ സ്ലാങ്, ഞാൻ ട്രിവാൻഡ്രം സ്ലാങ് മാത്രം ഇത്ര ഗംഭീരമായിട്ട് പറയും, പക്ഷെ തൃശ്ശൂരും അടിപൊളിയായിട്ടാണ് സുരാജേട്ട ചെയ്തിരിക്കുന്നത്. നല്ലൊരു പടം, ഓണസദ്യ ഉണ്ട പോലെ ഒരു ഫീൽ ആയിരുന്നു ജമുന പ്യാരി കണ്ടത്. അപ്പൊ ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നിട്ട് ജമുന പ്യാരി കാണുക, ഇതുപോലെ തന്നെ വിജയിപ്പിക്കുക. ഈ ഓണം പൂർത്തീകരിക്കുന്നെങ്കിൽ ജമുന പ്യാരി മറക്കാതെ തന്നെ കാണുക. ഓക്കെ. ഇപ്പൊ ഓരോ ഓണം എന്ന് പറയുന്നത് ശരിക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്, അല്ലേ? ഇപ്പൊ മധുരകരമായ ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തെ ഓണമായിരിക്കും, ആര് ചോദിച്ചാലും, ഇല്ലേ? ദേവികയുടെ കുട്ടിക്കാലത്തെ ഓണം എന്തായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞ കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ് ഏറ്റവും രസം. കാരണം നാട്ടിൻപുറത്താണ് ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ നാട്ടിൻപുറത്തുകാരിയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ട, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഒരു നാട്ടിൻപുറത്തെ സുന്ദരിയായ എനിക്ക് ഓണത്തിന് എല്ലാം കിട്ടിയതിന്റെ സന്തോഷമായിട്ട്. എന്തായാലും സുരാജ് ചേട്ടാ താങ്ക് യു സോ മച്ച്. നല്ല ഡ്രസ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു ചേട്ടാ. സുരാജ് ചേട്ടന്റെ ഓണം ഇപ്രാവശ്യം എന്തായാലും സ്പെഷ്യൽ ആണെന്ന് എനിക്കറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓണം? ശരിക്കും എന്റെ ഓണം കാട്ടിലായിരുന്നു. പറഞ്ഞു വിശ്വസിക്കില്ല, കാട്ടിലായിരുന്നു എന്റെ ഓണം. കാട്ടിലോ? അതായത് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ലാലേട്ടന്റെ, വൈശാഖാണ് സംവിധാനം. അപ്പോ ഉദയേട്ടനാണ് അതിന്റെ തിരക്കഥാകൃത്ത്. അപ്പോ അവിടെയാണ് കാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഓണം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. പിന്നെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി എല്ലാവരുമായിട്ടൊന്ന് കണ്ട് ഇങ്ങനെ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ സിനിമകളൊക്കെ ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്, എല്ലാം കണ്ടു തീർക്കണം. എൻ്റെ സിനിമയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം മധുരകരമായ ഓണം എന്ന് പറയുന്നത് ദേവിക പറഞ്ഞ പോലെ കുട്ടിക്കാലത്തെ ഓണമാണ് പറയാനുള്ളത്. കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കും, ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇപ്പോഴൊക്കെ എന്തോന്ന് ഓണം, കുട്ടിക്കാലത്ത് ഓണമാണ് ഓണം. നമുക്ക് മുതിർന്നവർ അമ്മമാര് അവരോടൊക്കെ ചോദിക്കണമെങ്കിൽ അവരും സെയിം ഇത് തന്നെ പറയും. മക്കളെ എപ്പോഴൊന്നും അല്ല, ഓണം എന്ന് പറയുന്നത് പഴയ ഓണമാണ്, അതാണ് യഥാർത്ഥ ഓണമെന്ന്. എനിക്കത് മനസ്സിലായിട്ടില്ല. എന്തായാലും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള രണ്ട് മഹത് വ്യക്തികളാണ് ഇന്ന് ഈ വേദിയിൽ, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ എത്തുന്നത്. ആരൊക്കെയാണ് ഇത്? ശരിക്കും ദേവിക തന്നെ പറയണം ഇന്നത്തെ വ്യക്തികളുടെ പേര്, കാരണം അതിനൊരു ചെറിയ ബന്ധമുണ്ട്. ദേവികയുടെ ഒരു അടുത്ത ബന്ധുവാണ് ആദ്യം പറയാൻ പോകുന്ന പേര്. പറഞ്ഞോളൂ. നമ്മള് മലയാളത്തിന്റെ അമ്മമാരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രണ്ട് അമ്മമാരാണ് നമുക്ക് ഇന്ന് ഈ വേദിയിൽ വരുന്നത്. എന്റെ മാമി ഇന്ന് എനിക്ക് അഭിമാനപൂർവ്വം ഞാൻ മാമിയുടെ മരുമകളാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീലത അമ്മ, ശ്രീലത അമ്മയും പിന്നെ സുബലക്ഷ്മി അമ്മ. സുബലക്ഷ്മി അമ്മ. कल्याण सागी सोनाजी ही पोरी कोणाची, कल्याण सागी सोनाजी ही पोरी कोणाची. नंदलाला हे नंदलाला നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല, മാറിവില്ലോ നിന്റെ വർണ്ണമാല, രാധയ്ക്കു കാതുകളിൽ രാഗമാല. ആരും കാണാതെത്തുന്നു
നമസ്തേ. നമ്മളെ അത്ഭുതപ്പെടുത്തി. എടുക്കുന്നു എനിക്ക്. അയ്യോ. ഞാൻ തൊട്ടപ്പോ രോമാഞ്ചം എടുക്കുന്നു. ആയി. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു. ഓണം എങ്ങനെ ഇരുന്നു? ഓണം നന്നായിരുന്നു. നന്നായിരുന്നു. ഒറ്റ വാക്കിൽ നിർത്തിക്കളയരുതേ. അടിപൊളിയായിരുന്നു. അതെ, അടിപൊളി. അടിപൊളിയായിരുന്നു. അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിന്? എല്ലാവരും ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയവരൊക്കെ പോയി. ഓക്കെ. ഞാനുണ്ടായിരുന്നു, അതാണ് കാര്യം. ഞാൻ എൻ്റെ തറവാട്ടിൽ പോയി. എൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട് അവിടെ. എൻ്റെ മക്കളൊക്കെ ആയിട്ട് പോയിരുന്നു. നേരത്തൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരുമായിട്ടിരുന്ന് ഓണം ഒന്ന് ആഘോഷിച്ചു. എത്ര ഓണം ആഘോഷിച്ചു? അറിയാനോ? പറയില്ല എന്നറിയാം. വയസ്സും ഇമാതിരി കാര്യങ്ങളും എന്നോട് ചോദിക്കരുത്. സോറി. രണ്ട് കാലഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ ആ സിനിമ സെറ്റിൽ ഓണം ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്ക് ഇതുപോലെ ആഘോഷിക്കാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷം ഞാൻ തന്നെ 30 സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദൈവമേ. ഞാൻ 12 വർഷമേ അഭിനയിച്ചിരുന്നുള്ളൂ, 68 മുതൽ 80 വരെ. ലാസ്റ്റ് പടം കോളിളക്കം. ഞാൻ അഭിനയം നിർത്തുമ്പോൾ അതെന്തേ? അല്ല, അഭിനയിച്ച കല്യാണം കഴിച്ചങ്ങ് പോയി. പക്ഷെ ആ 12 വർഷം കൊണ്ട് ഞാൻ 235 സിനിമ അഭിനയിച്ചു. ചേച്ചി, അന്ന് കോളിളക്കം സൃഷ്ടിച്ച കല്യാണമായതുകൊണ്ടാണോ കോളിളക്കത്തോടുകൂടി നിർത്തി? സത്യമാ, കോളിളക്കമായ ഒരു കല്യാണമായിരുന്നു. അതുകൊണ്ട് നിർത്തി. അപ്പോൾ ഇത് ഒരു വർഷം 30 സിനിമ അഭിനയിക്കാൻ നമുക്ക് എവിടെ ഓണം ആഘോഷിക്കാൻ വീട്ടിൽ സമയമില്ല. അപ്പോൾ നമ്മൾ ഓരോ സെറ്റിലൊക്കെ വെച്ചായിരിക്കും. അപ്പോൾ പ്രേം നസീർ ഉണ്ടാവും. അദ്ദേഹമാണ് മുൻകൈ എടുക്കുക. അദ്ദേഹമാണ് ഈ പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അതെ, അദ്ദേഹം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി തരും. ഞങ്ങളൊക്കെ ഭയങ്കര കുട്ടനാട്ടി വെച്ചൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. അന്ന് ഞങ്ങൾ വള്ളംകളി കാണാൻ പോയി. അതെ, ആദ്യമായിട്ട് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ഒരു ബോട്ടിൽ കയറി. എന്നിട്ട് ഒരു സൈഡിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് പുഴയുടെ എന്നിട്ട് വള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, സ്വന്തമായിട്ട് തുഴഞ്ഞു. അതെ. അപ്പൊ അവിടെ ഷീല പറയുന്നുണ്ട്, അയ്യോ എത്ര വള്ളങ്ങളാണ് ഇവിടെ. ഇനി നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് വരാം. പറയൂ. എന്തോ ഞാൻ അമ്മാന്ന് വിളിക്കട്ടെ, അമ്മമ്മന്ന് വിളിക്കട്ടെ? അമ്മ വിളിക്കണ്ട, മുത്തശ്ശി വിളിക്കണ്ട, അമ്മച്ചി വിളിക്കണ്ട, ചേച്ചിയോ അനിയത്തിന്ന് വിളിക്കട്ടെ? ഒന്നും വിളിക്കണ്ട. സുബു. അതാ കുറച്ചുകൂടെ നല്ലതല്ലേ? സുബുന്ന് വിളിക്കുന്ന എനിക്ക് ലൊക്കേഷൻ ഓർമ്മ വരും. എന്നെ എല്ലാ ഡയറക്ടേഴ്സും കൂടെ അഭിനയിക്കുന്നവരെല്ലാരും എന്നെ സുബുനെ വിളിക്കൂ. അയ്യോ, എന്തൊരു നല്ലതാണെന്നറിയോ. ഞാൻ ചെറുപ്പമായി പോവും. മേഡത്തിന്റെ ആദ്യ സിനിമ ഏതാണ്? ഞാനും പൃഥ്വിരാജുമാണ് ഒരുമിച്ച് എനിക്ക് അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പൊ പൃഥ്വിരാജിന് അത്രയും പ്രായമുണ്ടോ? എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ജിമ്മിൽ പോകുന്നുണ്ടായിരിക്കും. പ്രായമൊന്നും കാര്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കയറി. പക്ഷെ അതിനും ഒരുപാട് പടം കിട്ടി, എനിക്ക് ഒരുപാട് പടം കിട്ടി. പക്ഷെ ഞാൻ എല്ലാ ലാംഗ്വേജിലും ചെയ്തു. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 6 ഭാഷയിലും ഈ ചെറിയ സമയത്ത് കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അത് പൃഥ്വിരാജിന് കിട്ടിയില്ല. പൃഥ്വിരാജ് അമ്മ പറയുന്ന കേട്ടോ, എല്ലാ ഭാഷയിലും പൃഥ്വിരാജിനെ കൊണ്ട് അഭിനയിക്കാൻ സാധിച്ചില്ല എന്ന്. പക്ഷെ അമ്മക്ക് ഇംഗ്ലീഷിൽ ഏതായിരുന്നു പടം? ഇൻ ദി നെയിം ഓഫ് ഗോഡ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ്. യെസ്. പിന്നെ എങ്ങനെ എല്ലാ ലാംഗ്വേജസിലും എങ്ങനെ അവസരം കിട്ടിയത്? അതും നമുക്കറിയാം. അതെനിക്കറിയില്ല. അവര് സ്വപ്നം കണ്ടായിരിക്കും എന്നെ വിടുക. അതായത് എനിക്കറിയില്ലല്ലോ. ഇപ്പൊ സിനിമയിൽ പോയത് തന്നെ ഞാൻ അറിഞ്ഞില്ല. എന്നെ വന്ന് പോയത്. ഇപ്പൊ തന്നെ ഈ ഗ്ലാമർ, നേരത്തേക്ക് എന്തോരം ഗ്ലാമർ ആയിരിക്കും. എത്ര പേരുടെ ഉറക്കം കെടുത്തിയായിരിക്കും. പറഞ്ഞിട്ടില്ലേ, അത് സ്വപ്നത്തിൽ കണ്ടായിരിക്കും എന്നെ വിളിച്ചത്. ഈ ഗ്ലാമർ കൊള്ളാം. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും. ഇപ്പൊ പറയുന്നു അതിന്റെ കുറച്ച് കുറവാണ്. എന്നാലും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അല്ല, എന്നാലും എത്ര പേര് പിന്നാലെ നടന്നിട്ടുണ്ടായിരിക്കും. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പറയാൻ പാടില്ലെന്നാണ്. എനിക്ക് അതിന് ചാൻസ് കിട്ടിയില്ല, അതാണ് സത്യം. കിട്ടിയിരുന്നെങ്കിൽ രാഗാദ്രഹംസങ്ങളോ നമ്മൾ രാവിന്റെ രോമാഞ്ചം. ഇനി പ്രേമിക്കണമെന്നുണ്ട്. ഇനി പ്രേമിക്കണം ഉണ്ട്. എന്റെ ദൈവമേ. നീ നായകനായിട്ട് എന്റെ കൂടെ നടിക്കുവോ? ഇത് വന്നുടനെ എന്നാണല്ലോ നോട്ടേക്കണേ. എന്നാ നമുക്കൊരു ഡുവൈറ്റ് ഒക്കെ പാടി സങ്കടം അങ്ങ് നിൽക്കാം. അങ്ങനെ ഒരു തിരക്കഥ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ നായികയായിട്ട്
മാഡം ഉണ്ടായിരിക്കും. എല്ലാവരും സാക്ഷിയാണ്. സാക്ഷിയാണ്. സിനിമയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ആരോടൊപ്പമാണ്? അടൂർ ഭാസിയോട്. ഭാസി ചേട്ടനാണ്. ഭാസി സാറുമായിട്ട്. എന്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നടൻ. ആയ്. ആഹാ, ഞാൻ തരില്ല. ചേച്ചി അപ്പൊ ഞാൻ കൊച്ചുകുട്ടിയാണ്, പേടിക്കണ്ട. അപ്പൊ ഞാൻ കൊച്ചു അത് നന്നായി. ശ്രീലത നമ്പൂതിരി ശരിക്കും ഒരു പിന്നണി ഗായിക കൂടിയാണ്. ഏകദേശം ഒരു 10-16ഓളം സിനിമകൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. പല നായികമാർക്കും പാടിക്കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ? ഒരു നായിക ശ്രീവിദ്യക്ക്. എന്റെ ദൈവം, അപ്പൊ എന്തായാലും ഒരു പാട്ട് അതെ. നമുക്ക് വേണ്ടിയിട്ട് പാടിയേ പറ്റൂ. മാത്രമല്ല അത് ആ പാട്ടിന്റെ വേറൊരു ഉസ്താദ് നിൽക്കുകയാണ്, ഇതും പാടിയേ പറ്റൂ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴ തന്നെറിയ മണൽ തെരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേറിൻ താളത്തിൽ പോരാടിയും. അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേറിൻ താളത്തിൽ പോരാടിയും. നിലപാടു നിന്ന തിരുമേനിമാർ തലകൊയ്തിറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെന്റെ ചിന്തയ്ക്കു ചിന്തേരിട. അറിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളെ പറയും. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. നന്നായിരുന്നു. ഒപ്പം ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചത് കണ്ടോ? ഈ പാട്ട് പാടിയതുകൊണ്ട് ഒരു അല്പസമയം റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി രണ്ടുപേർക്കും. അതെ. അപ്പോൾ നമുക്ക് നേരെ ആ ചെയറിൽ പോവാം. ഇനിയിപ്പോൾ കോമഡി സ്കിറ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെയും മാഡത്തിന്റെയും അസാധ്യ പെർഫോമൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് കാത്തിരുന്ന് കണ്ടാൽ മതി. Thank you. കാലവൈരി ഭഗവാനും കാനനത്തിലാനയായി പാർവതി പിടിയുമായി കാനനം കഴിക്കും കാലം. കാലവൈരി ഭഗവാനും കാനനത്തിലാനയായി പാർവതി പിടിയുമായി കാനനം കഴിക്കും കാലം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കൂട്ടില്ലതാനും ആപത്തങ്ങാർക്കൂട്ടില്ലതാനും. അടിപൊളി, സൂപ്പറായി, കലക്കി. ഇങ്ങനെ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് ഗംഭീരാക്കാം. അതെ, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. നിങ്ങൾ തിരുവാതിരയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വൈകിട്ട് പായസമേളയുണ്ട്. അതിൽ കൂടെ എല്ലാവരും തകർക്കണം. അതിന്റെ ഫസ്റ്റ് പ്രൈസ് ആരാ സ്പോൺസർ ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ നിൽക്കുന്ന എന്റെ സുന്ദരേട്ടൻ. 1-2 രൂപയൊന്നും അല്ല, 3000 രൂപയുടെ പട്ട് സാരിയാണ് ഒന്നാം സമ്മാനം. അല്ലേ സുന്ദരേട്ട? അപ്പൊ എല്ലാരും പായസമേളയിൽ തകർക്കണേ. വൈകിട്ട് കാണാൻ പോയിക്കോ. ശരി, കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയിക്കോ.
അതെ ഇവിടെ വന്നേ. എത്ര രൂപയുടെ സാരി എന്നാ പറഞ്ഞത്? 3000 രൂപയുടെ സാരി. 3000 രൂപയുടെ പട്ടുസാരിയാ? നിന്റെ വീട്ടിൽ നിന്റെ അച്ഛൻ കൊണ്ടുപോയി 3000 രൂപയുടെ പട്ടുസാരി? എന്റെ പൊന്ന് ചേട്ടാ 3000 രൂപയുടെ സാരി ഒന്നും നമ്മൾ മേടിച്ച് കൊടുക്കണ്ട. പിന്നെ? വല്ല 100-150 രൂപയുടെ സാരി മേടിച്ച് കൊടുത്താ പോരെ. 150 രൂപയുടെ സാരി എന്ന് പറഞ്ഞാൽ അവർ അറിയുമ്പോൾ കുറച്ചല്ലേ നമുക്ക്? അത് അവരറിയാൻ പോണില്ലല്ലോ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 3000 രൂപയുടെ സാരി മേടിച്ച് തന്നില്ലേ? ആ സാരി കൊടുക്കാൻ പോണോ അവിടെ? ഇത്തിരി പുളിക്കും അതെടുത്ത് കൊടുക്കാൻ. ഏത് സാരി എടുത്ത് കൊടുക്കാൻ പോണേ? നിങ്ങൾ അമ്മയ്ക്ക് ഒരു ഓണക്കോടി മേടിച്ച് വെച്ചിട്ടില്ലേ 150 രൂപയുടെ സാരി? ആ 150 രൂപയുടെ സാരിയിൽ ഈ 3000 രൂപയുടെ ലേബിൾ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങ് ഒട്ടിച്ച് ഇവർക്ക് ഞാൻ കൊടുക്കും. എന്റെ പൊന്നേ, അപ്പൊ ഈ വർഷം എന്റെ അമ്മക്ക് ഓണക്കോടി ഇല്ല. അതിരിക്കട്ടെ, ഈ 150 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? എന്താ ഗുണമെന്നോ? 150 രൂപ മുടക്കി കഴിഞ്ഞാൽ 5 പൈസ ചെലവില്ലാതെ 150 കൂട്ടം പായസം ഇവിടെത്തും. എന്റെ പൊന്നേ, നിന്റെ ബുദ്ധി അപാരം തന്നെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ ബുദ്ധി കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്? അതെ, അല്ലാതെ നിന്റെ സ്വഭാവം കണ്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരനെ തല്ലിക്കൊന്നാരെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലബ്ബിൽ പോയപ്പോഴേ ആ ഒരു ബാങ്ക് മാനേജർ ഇല്ലേ, അയാളുടെ ഒരു കെട്ടികളുണ്ടല്ലോ അംബിക, അവൾ എന്നോട് ചോദിക്കുവാണേ അവളുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് എന്താ നമ്മൾ രണ്ടും ചെല്ലാൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛന്റെ റിട്ടയർമെന്റിന് പോയിരിക്കുവായിരുന്നു. ആ അപ്പൊ അവൾ എന്നോട് ചോദിക്കുക എന്താ അച്ഛന് ജോലിയെന്ന്. ഞാൻ പറഞ്ഞു ജില്ലാ കളക്ടറാണ്. കാസർഗോഡത്തെ. അല്ല നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ അച്ഛൻ റിട്ടയർഡ് തഹസിൽദാരാണെന്നാ ഞാൻ പറഞ്ഞത്. ജില്ലാ കളക്ടർ, എന്റെ അച്ഛൻ റിട്ടയർഡ് തഹസിൽദാർ. അവർ രണ്ട് ഈക്വൽ ആയിട്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ബെഡായി പറയുന്നോണ്ടാണ് ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മൾ ഈ കോളനിയിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ അങ്ങ് ഉണ്ടാക്കി എടുത്തത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓണായിട്ട് വായ്ക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ? അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഓണസത്തിന്റെ കാര്യമോ? അല്ല, 3 മണി സീരിയലിന്റെ റിപ്പീറ്റ് ഇപ്പഴാ. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് ഓടി വരാം. ഇവളുടെ ഒരു കാര്യം. രമേ, ആ ഊഞ്ഞാളുടെ റിമോട്ടും എടുത്തേ. എന്റെ പോക്കറ്റിൽ കിടക്കണം. എന്താ ഒരു കാലം. റിമോട്ടിന്റെ ഊഞ്ഞാലായി, പ്ലാസ്റ്റിക്കിന്റെ വാഴലായി, ഇനി ഫൈബറിന്റെ ഓണസദ്യ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ ന്യൂ ജനറേഷൻ ഓണം ഗംഭീരാവും. ഇതെന്ത് കഷ്ടമെന്ന് നോക്കിയേ. ഓണക്കാലത്ത് ഉച്ച സമയത്ത് മീൻകാരൻ വന്നേക്കണം. ഇതാരെങ്കിലും ഈ സമയത്ത് മീൻ വാങ്ങിക്കോ? അത് മീൻകാരന്റെ ശബ്ദമല്ലല്ലോ. അയ്യോ, അതെന്റെ അച്ഛന്റെ ശബ്ദമല്ലേ? അതെ, ആ ശബ്ദം തന്നെ. നോക്കി നിൽക്കാതെ എന്ന് പിടിച്ച് താഴെ വെക്കട കൊരങ്ങേ. നീ എന്നെ ചിന്തേറുള്ളൂ. അച്ഛനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ അങ്ങോട്ട് വരാത്തോണ്ട്. അതല്ല, ഇത് ഓണമൊക്കെ അല്ലേ അച്ഛാ? ഈ വേഷത്തിലാണ് വന്നത്. പിന്നെ ഓണാന്ന് പറഞ്ഞ ഞാൻ മാവേലിയുടെ വേഷത്തിൽ വരാൻ പറ്റൂടാ? ആരും കണ്ടില്ല. ഓ, എന്റെ ഭാഗ്യം. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നു. അയാൾ കണ്ടാ? ഇല്ല, ഉറക്കമായിരുന്നു. ഓ, അത് നന്നായി. പക്ഷെ ഞാൻ തട്ടി വിളിച്ചു ചോദിച്ചോ സുന്ദരേശന്റെ വീട് ഏതാന്ന്. അവനിവിടെ എന്നെ കൊണ്ടുവിട്ട്. എന്റെ ദൈവമേ, ഇതെന്തായി കണ്ണ ചാക്കിനകത്ത്? എടാ, അത് നിനക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കാച്ചിലുണ്ട്, ചേനയുണ്ട്, കൂർക്കയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ കിളച്ച് കോരി കൊണ്ടുവന്നാടാ. അങ്ങനെ കിളച്ചെടുക്കാൻ നമ്മുടെ പറമ്പൊന്നും ഇല്ല സ്വന്തമായിട്ട്. നമ്മുടെ പറമ്പിന്നാന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ കട്ടുകൊണ്ടോന്നല്ലേ? ആനടാ, കട്ടോണ്ട് കൊണ്ടുവന്ന് തിന്നല്ലേ നീ ഇത്ര വലിയ സാറായത്. എന്നിട്ട് ഇപ്പൊ തന്നെ നിനക്ക് തന്നെ ഒരു പുച്ഛം. അതല്ല, ഈ പച്ചക്കറിക്ക് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഓണമൊക്കെ അല്ലേ വന്നത്. തമിഴിന്റെ മരുന്നടിച്ച പച്ചക്കറി തിന്ന് ചാവാതെ നല്ല പച്ചക്കറി കൊണ്ടു തന്നപ്പോ അത് കുറ്റമായോ? എന്താണ് നോക്കിയത് മൊത്തത്തിൽ? എന്തിനാ ഇപ്പൊ? അയ്യോ, അവള് വരുന്നുണ്ട്. എന്നാ ഞാൻ അവള് വന്ന് ഒരു അച്ഛൻ വന്നവർ അറിയണ്ട, നമുക്ക് അവളെ പറ്റിക്കാം. അതെ ചേട്ടാ, 15 കൂട്ടം തൊടുകറിയും 2 കൂട്ടം പായസം പഴവും പപ്പടവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഊണ് കഴിക്കാൻ വാ. നിന്റെ ഭർത്താവ് പൊട്ടമണാപ്പനോട് നിൽക്കുന്നുണ്ട്. നീ അങ്ങോട്ട് നോക്കി ഏത് ചേട്ടനാണ് വിളിക്കുന്നത്? ചേട്ടാ മിണ്ടല്ലേ, നമ്മുടെ വീട്ടിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ നാട്ടുകാരൊക്കെ ഒന്ന് വിചാരിച്ചോട്ടെ. അത്ര ഒന്നും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയൊക്കെ വേണം. ഇന്ന് നമുക്കൊരു VIP ഉണ്ട്. അതാരാ? വല്ല സിനിമാ താരമാണോ? അതെ, സിനിമാ താരം തന്നെ. ഇതാണ് ആ താരം. അച്ഛനെപ്പോ വന്നു? ഞാൻ 10-60 വർഷമായി മോളെ വന്നു. അച്ഛനെന്താ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നത്? ചില പുതിയ കളികൾ കാണാനും ചിലത് കാണിക്ക് പഠിപ്പിക്കാനും. ഓടാ മോനെ സുന്ദരേശ. എടി മോളെ, നിന്നെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ 5000 രൂപ പട്ടുസാരി മേടിച്ചു നിനക്ക് വേണ്ടി.
അത് ഞാൻ മേടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ബില്ല് കൊടുക്കണവന്റെ ഒരേ ഒരു നിർബന്ധം ഈ പൈസ തരാതെ സാരിയായിട്ട് പുറത്തേക്ക് പാടാനും പാടില്ല. ഞാൻ അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്നില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അത് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഞാൻ വേറെ ഒന്നും പറയാം. ഞാൻ ഇവിടെ ബെഡായി ഒക്കെ പറഞ്ഞ് ഒരുവിധം സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിരിക്കുവാണ്. നിങ്ങളുടെ ഈ കളവൻ ഇവിടെ മൊത്തം കൊളവാക്കുന്ന ലക്ഷണമുണ്ട്. അങ്ങയുടെ വേഷം കണ്ടില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. തഹസിൽദാരാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ശരി, അങ്ങോട്ട്. നീ ഒരു കാര്യം ചെയ്യും, വന്ന ആ സഞ്ചി ആ ചാക്ക് നേരെ അകത്തേക്ക് വെക്കും. അച്ഛനെ കൊണ്ടുവന്നോളാം. ആ ശരി. അച്ഛാ എന്നെ മോനെ, ഒരു കാര്യം പറയട്ടെ, ഇങ്ങട് വന്നിങ്ങട്. നീ വലിക്കില്ലടാ. ഒരു കാര്യം പറയട്ടെ. നീ വലിക്കില്ലെന്നേ. ഇങ്ങോട്ട് വാങ്ങട്. നീ സത്യനെ സ്രാവ് കൊണ്ടോണാരി എങ്ങോട്ടാ കൊണ്ടോണേ? കുഴിയിലേക്കാണോ? വലിക്കില്ലെന്ന്. എന്തായാലും ഈ വർഷത്തെ ഓണാഘോഷം അടിപൊളിയായി, കഴിഞ്ഞ ഹിറ്റായി, സൂപ്പറായി. അതെങ്ങനെ ഹിറ്റാവാതിരിക്കും? ഈ പൂവിളി റെസിഡൻസ് അസോസിയേഷന്റെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന്റെ പ്രസിഡന്റ് ആരാ? പറഞ്ഞ കണക്ക് അത് മറന്നുപോയി. അതാരാടേ? അയ്യോ ശരിയാണല്ലോ, അതാരാ? അയ്യോ അത് ഞാനല്ലേ? ഞാനാ. അതുകൊണ്ടാ ഇത്ര അടിപൊളി. അപ്പൊ ഒരു കാര്യം ചെയ്, നിങ്ങളെല്ലാം കൂടെ ഇവിടുത്തെ പരിപാടി നേരെ അതിലേ പോയി അപ്പുറത്തെ വീട്ടിൽ പോയി കയറി. അയ്യ, അതെന്ത് പറച്ചില്ല പ്രസിഡന്റ്. നമ്മൾ അതുവഴിയല്ലേ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ കറങ്ങി ഇതുവഴിയല്ലേ പോണ്ടത്? എന്തിനാ അങ്ങോട്ട് പോണത്? എന്റെ പൊന്നു കൂട്ടുകാരെ, അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണോ? അവിടെ അല്ലേ മറ്റേ പൊങ്ങച്ച പറയുന്നത് എന്തുകൂടെ അവന്റെ പേര്? അല്ല, സൂര്യാസ്. അതെന്റെ അനിയൻ. അതാണോ? അയ്യോ, സുന്ദരാശന്റെ വീട് അവിടെ അല്ലേ? അയ്യോ, അത് ആ വീടാണോ? അവിടെ ചെന്ന് കയറണം എന്റെ പൊന്നയ്യ. ദൈവമേ, നമ്മളെ കാണാൻ ചെന്ന എന്റെ മൂട്ടി വീണ് കൊടുത്തെങ്കിൽ ലോകത്തില്ലാത്ത ജാട പറഞ്ഞ് പുള്ളി നമ്മളെ കൊന്നേനെ. ആ, അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഒരു കാര്യം ഇതിലേ പോ. നേരെ ആ വീട്ടിൽ നിന്ന് കൊട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ അങ്ങോട്ട് വന്നതാ. എന്താ വിഷയം? വരുത്തനോ? ആ, ഈ വരുത്തിന്റെ അപ്പം മുളത്ത് ചാടിയ തങ്കമ്മേന്ന് കേട്ടോ. അത് പാളിയല്ലോ. പിന്നെ എന്താ പറയും? ആ, ഇവിടുത്തെ സുന്ദരേശനല്ലേ? എന്റെ അച്ഛനാ. അല്ല, ഞാൻ അവന്റെ അച്ഛനാ. ആ, ഹോട്ടൽ ദിൽദാർ. ഞാൻ അവിടെ നിന്ന് പൊറോട്ട സാമ്പാറും കഴിച്ച ഇവിടെ വന്ന വഴിക്ക്. പുള്ളി തമാശക്കാരനാണ്. അതും പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് തമാശക്കാരന്. ഞങ്ങൾ ആരൊക്കെയാന്ന് മനസ്സിലായോ? ആരൊക്കെയാണ് മനസ്സിലായത്? ഞങ്ങളാണ് ഈ പൂവിളി റെസിഡൻസ് അസോസിയേഷന്റെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന്റെ പ്രസിഡന്റ്. ഈ മൂർഖം പാമ്പിനെ ഒന്ന് മാറ്റി പിടിക്കാമോ? പ്രസിഡന്റ് ഞാനാ. ആണോ? അപ്പൊ ഇത് ഈ ഓടക്കുള്ളിൽ കരിഞ്ഞ പോലെ ഇരിക്കുന്ന ഇവനാരാ? ഓടക്കുള്ളിൽ ഇത് മുൻ പ്രസിഡന്റ് ആണോ? കഴിഞ്ഞ വർഷത്തെ മുൻ പ്രസിഡന്റ്. അപ്പൊ പരിപാടി വിളിച്ചിട്ട് ആൾക്കാർ പിടിച്ചാൽ കത്തിച്ചോ? പരിപാടി ഭംഗിയത് എന്റെ നിറവെങ്ങനാണ്. ശരി ശരി. അപ്പോഴേ ഞങ്ങളെ പുലികളി ഒന്നും കണ്ടില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അവര് വേറെ കാര്യം, ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് പുലികളെയും ഓട്ടം തുള്ളലും തുള്ളരുത്. കഴിഞ്ഞ വർഷം എന്റെ വീടിന്റെ മുമ്പിൽ പുലി തുള്ളിയിട്ട് പോയിട്ട് അതിന്റെ രോമം അവിടെ കിടന്നിട്ട് ഫോറസ്റ്റുകാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ? ഞാൻ വന്യമൃഗങ്ങളെ വെടിവെച്ച് ഇവിടെ ഭക്ഷണം കഴിച്ചു എന്നും പറഞ്ഞോണ്ട്. അതുപോലെ എന്റെ കൊച്ചിനെ വെടിവെച്ചിട്ട് അല്ല അവിടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല. അല്ല, നടക്കത്തില്ല. പുലിയെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. ഞാൻ പ്രസിഡന്റ് ആയി. ഇവിടെ ഓണത്തിന് പുലികളി വേണം. നീ പുലി വെക്കോടാ. ആ പുലി വെക്കും. നീ പുലി വെക്കും. ധൈര്യം ഉണ്ടെന്ന് പുലി ഇല്ലാത്ത ഒരു പരിപാടി ആരെന്നറിയോ? നിനക്ക് അറിയാവുന്ന കാര്യമില്ല. പുള്ളി തഹസിൽദാരാണ്. അതിനിപ്പോ അടിയ പുലി ഇല്ലാതെ എങ്ങനെ അറിയാം? പുള്ളി സ്റ്റേ ഓർഡർ വാങ്ങിച്ച പിന്നെ ആഘോഷ പരിപാടി നടക്കുമോ? സുഖം. അതിപ്പോ എങ്ങനെ ഒന്ന് വരുതിക്കാക്കും? നമ്മളൊന്ന് വകുപ്പാക്കാൻ. ഈ സാധനമുണ്ട്. രണ്ടെണ്ണം പിടിപ്പിച്ചാരാ? നീ എന്ത് സംസാരിക്കും? ഞാനിപ്പോ സാറേ നമസ്കാരം. ആളറിഞ്ഞില്ല. അല്ല, ആളറിഞ്ഞില്ലെന്നേ. സാറേ എനിക്ക് മനസ്സിലായില്ലൂടാ? ഇപ്പഴാ മനസ്സിലായില്ലയോ? സാറ് ഓണത്തിന് വന്നതാണോ? അല്ലല്ല, ക്രിസ്മസിന്. കണ്ടത് വളരെ സന്തോഷം. സാറ് വീശാറുണ്ടോ? പിന്നെ ഞാൻ അവിടെ ആവി എടുക്കുന്ന സമയത്ത് പാള ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ വീശു. നല്ല കാറ്റാ. അടിക്കൂ. എന്നെ ഒന്ന് തൊട്ട് നോക്കാം. അടിച്ചതിന്റെ അണപ്പല്ലി ഞാൻ താഴെ. അയ്യോ, അതല്ല, മറ്റേ സ്മോൾ അടിക്കുമെന്ന് പറഞ്ഞു. സ്മോളോ? സ്മോളൊന്നും ഞാൻ അടിക്കില്ലെന്ന് ആരാ പറഞ്ഞ? ഞാൻ അടിക്കും. ഞാൻ പറഞ്ഞ നമ്മളെ കമ്പനി അടിക്കോ? നമ്മുടെ കമ്പനി. ഒരു കാര്യം ചെയ്യും, അവൻ്റെ അറിയാം. ആ വാക്കിന് രണ്ടെണ്ണം വിളിച്ച് താരണം കൊടുക്കും. രണ്ടെണ്ണം കഴിച്ചിട്ട് വരാം. അത് അന്നേരം അവന് എന്തെങ്കിലും അത് ഞാൻ നോക്കിക്കോളാം. ചന്ദ്ര അടി ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ പുലി സാറായി ആണോ? ലാസ്റ്റ് ഞാൻ വരുമ്പോ പാമ്പാന്ന് പറയാ. ഹലോ,
നമസ്കാരം. ഇവിടെ നിൽക്കണത്. അകത്ത് കയറി ഇരിക്ക്. അയ്യോ, വേണ്ട 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 വാന്നേ. അല്ല വേണ്ടെന്നേ നോക്കല്ലേ? വേണ്ട കുഴപ്പമില്ലല്ലോ എന്തിനാണുള്ള സ്വസ്ഥത കളയുന്നത് പിന്നെ അച്ഛനെ പരിചയപ്പെട്ടായിരുന്നു അച്ഛനെ കണ്ടായിരുന്നോ? തഹസിൽദാരാണ്. അതെ 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 പറഞ്ഞല്ലോ തഹസിൽദാരാണ് അച്ഛനെ ഇങ്ങോട്ട് പോന്നിരുന്ന അച്ഛനെ പിന്നെ കണ്ടില്ല. അത് അല്ല അത് വേറൊന്നുമല്ല ഓണമാണല്ലോ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ സതീഷിന്റെ കൂടെ ഒരു 2 അടിക്കാൻ വേണ്ടി ഓ, അത് സാരം. അയ്യോ എന്താണ്? അല്ല ഒരു 2 അടിക്കാനായിട്ട് വിട്ട് ആരോട് ചോദിച്ചിട്ട്? അയ്യോ അച്ഛനോട് ചോദിച്ചായിരുന്നു എടാ, അത് എന്നോട് ചോദിക്കണ്ടാ. എന്നിട്ട് വേണം കഴിഞ്ഞ ദിവസം പോലെ ഒരു പൈൻറ്റ് ഒറ്റയ്ക്ക് വന്ന് അടിച്ചു പോവാൻ ഷെയർ തന്നില്ല എന്റെ പൊന്നെ, അതല്ല അച്ഛൻ വെള്ളടിച്ച പ്രശ്നമാണ്. അല്ല അതാ എന്ന് പറഞ്ഞപ്പോ ഇതെന്താ ചെയ്യും അതല്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യും തുടങ്ങിക്കാനോടാ. ആ കൊള്ള ഇപ്പൊ തീർന്നു കാണും സതീഷാ കൂടെ പോയത് എന്റെ ദൈവമേ, ആകെ കൊളായല്ല ഈ പ്രാവശ്യത്തോളം. സുന്ദരേട്ടാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? എടി, അച്ഛൻ വെള്ളടിക്കാൻ പോയിന്ന്. അത് ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുവായിരുന്നു. എത്ര നേരം അറിയോ ടാങ്കിലെ വെള്ളം തീർന്നിട്ട് അച്ഛനെങ്കിലും അടിക്കാൻ തോന്നിയല്ലോ. ആ വെള്ളടി അല്ല, പിന്നെ ഈ വെള്ളടി. എന്റെ ദൈവമേ, ആരാണ് ഈ ദ്രോഹം ചെയ്തത്? എക്സ്ക്യൂസ് മീ ഞാനാണ് നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു മനുഷ്യ. എടി, ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നു നോക്കിയപ്പോ ഇവൻ വെള്ളടിപ്പിച്ചെന്നേ. ഇവിടെ ഇവൻ വെള്ളടിപ്പിച്ചെന്നേ. ഇവിടെ ഒന്നും പറയണ്ട. നീ എവിടെ ഒരു സ്ഥലത്ത് നിൽക്കടാ. ഞാൻ നിൽക്കുന്ന ഇവൻ വെള്ളടിപ്പിച്ചെന്നേ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ ഇത് പറഞ്ഞു വെച്ചോണ്ടാണ് ഇതിപ്പോ ഞാൻ ഇതിപ്പോ പ്രശ്നമാണോ പുള്ളി വെള്ളം അടിച്ചാ നിന്റെ പ്രശ്നമാണോ? എന്തൊക്കെ ആ, സംഭവിക്കും ദൈവത്തിന് അത് കുഴപ്പമില്ല അവൻ അടിച്ചിട്ടില്ല സതീശൻ നോർമലാ ഓ, എന്റെ ഭാഗ്യം. തൊട്ടത്തില്ല അടിച്ചില്ലേടെ അത് കിട്ടണ്ടേ? എന്റെ അളിയെ ഞാൻ ആ കുപ്പി പോയിട്ട് ചങ്ങേരെ അടുത്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയിട്ട് 2 ഗ്ലാസ് എടുക്കാൻ അങ്ങോട്ട് പോയി. തിരിച്ചു വന്നപ്പോ കുപ്പി ഇരുന്ന മൊത്തം സാധനം അടിച്ചെടുത്തിട്ട് മൊത്തം അടിച്ചിട്ട് ഫീലായിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ കിടക്കണ. എന്റെ ദൈവമേ, എന്തൊക്കെ കാണേണ്ടി വരും. നീയൊക്കെ അനുഭവിക്കോടാ. അല്ല ഇതിപ്പോ ഞാൻ അറിഞ്ഞു ആ, അതേ തുടങ്ങി. വെള്ളി വരുന്നില്ലല്ലോ എല്ലാം അടിപൊളിയാണ് അടിപൊളി അടിപൊളി ഉഷാറായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് കസര കളഞ്ഞു സാർ എന്റെ ഒന്ന് നിന്ന് തന്നാ മതി ഈ ഓണം നമ്മൾ കലക്കുന്നു എടാ, എന്റെ കൊച്ചിന്റെ ഓണം നീ കലക്കോടാ. കാരണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ചേർന്ന് അടിച്ചങ്ങ് പൊളിക്കാം. അതാവുമ്പോ അടിച്ചു പൊളിച്ചോടാ നീ എന്റെ കൊച്ചിന്റെ ഓണം നീ അടിച്ചു പൊളിക്കൂ നേരത്തെ ആകണ്ടായിരുന്നു. എന്തോ തെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷം ഇത്ര വലിയ തെറ്റ് ഇതാണ് ഓണാഘോഷം. അല്ല പിന്നെ ഇതാണ് ഓണാഘോഷം. ഞങ്ങൾ എങ്ങനെയൊക്കെയാ അതല്ല പണ്ടൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ എല്ലാ കാരണന്മാരും പെങ്ങന്മാരും അളിയന്മാരും ബന്ധുമിത്രാദികളും എല്ലാവരും വന്നിരുന്നേച്ചുണ്ടല്ലോ കാലത്തെ പിള്ളേര് പൂ പറിക്കാൻ അങ്ങ് പോകും. ഞങ്ങളും പറിക്കാൻ പോകും. നീയൊക്കെ മാല പറിക്കാനില്ലടാ പോകാറ്. അങ്ങനെ പൂ പറിക്കാൻ പോയിട്ട് മിറ്റമൊക്കെ മെഴുകി ഒത്തപ്പൂവൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഉണ്ണും. അതാടാ ഓണം. അല്ലാണ്ട് നിന്നെ പോലെ 4 സെന്റ് കോളനിയിൽ വന്ന് വെച്ച് ജാട കാണിക്കല്ല ഓണം. അതെ, മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് പറ്റിയ സ്ഥലവും സൗകര്യവും ഒന്നും ഇവിടെ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ 60 സെന്റ് സ്ഥലം, 60 ഏക്കർ സ്ഥലം. അതാ ഞാൻ കേട്ടോ, 60 ഏക്കർ സ്ഥലം. നിങ്ങളുടെ വീട്ടിന്റെ പുറവശത്തുണ്ട് സുന്ദരേശൻ സാർ പറഞ്ഞു. എന്റെ വീടിന്റെ പുറകുവശത്ത് 60 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ വിശ്വസിച്ചില്ല. കേക്കടാ. പക്ഷെ അത് എന്റെ അല്ല, പീച്ചാട്ട മുതലാളിയുടെ ഒന്നും മാത്രം. അപ്പൊ ലക്ഷങ്ങളുടെ പുറത്താ കിടന്ന് ഉറങ്ങുന്ന പുള്ളി പറഞ്ഞു. അത് ഞാൻ ഒരു ദിവസം തെങ്ങേന്ന് വീണതിന് ശേഷം എനിക്ക് നടുതളന്ന് ഞാൻ കിടന്നു. കുറെ നാൾ ഞാൻ വീൽ ചെയറിൽ ലോട്ടറി വിൽക്കാൻ നടന്നു. ഈ ലോട്ടറി വിട്ടിട്ട് ബാക്കി അവനെ ലോട്ടറി ഉണ്ടല്ലോ ഇവന്റെ കിടക്കയുടെ അടിയില്ല ഞാൻ വെക്കാറ്. അതാ അവൻ കോടികളുടെ മുകളിൽ അവൻ കയറി കിടക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും സാറ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരനെ മനസ്സിലായത് തഹസിൽദാറിന് 1000 നന്ദി ഇല്ലേ? തഹസിൽദാരോ? ആ സാറ് നിന്റെയൊക്കെ നാട്ടിൽ തേങ്ങ ഇടുന്നവനെ തഹസിൽദാർ എന്നാണ് വിളിക്കുന്നത്. ഞാനോ? എടാ ഞാൻ കവുങ്ങയിലും തെങ്ങയിലൊക്കെ കയറി തേങ്ങയും അടക്കാമരമൊക്കെ പറിക്കുന്ന ആളല്ലേ ഞാൻ. എങ്ങനെ നിനക്കറിയാമോ? 300 അടക്കാമരത്തിലുള്ള ഒരു അടക്കാമരത്തിൽ അങ്ങോട്ട് കയറുന്നു. അതിനകത്ത് അടക്കാൻ മൊത്തം പറിച്ച് താഴെ ഇടുന്നു. പിന്നെ പെണ്ണുങ്ങളുടെ മുടിക്കുത്തിന് പിടിക്കാൻ അടക്കാമരത്തിന്റെ മേളിൽ പിടിക്കുന്നു, വലിക്കുന്നു, അതിനകത്ത് കയറുന്നു. അങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് അടക്കാൻ പറിച്ച് താഴെ ഇടുന്നവനെ ഞാൻ. അല്ല അങ്ങനെയുള്ളവരെയൊക്കെ തഹസിൽദാരെന്ന് വിളിക്കണം മോശമല്ലേ? സുന്ദരേട്ടന് പാലിട്ട് ഓട്സ് കുടിക്കേണ്ട സമയമായി. സുന്ദരേട്ടന് ഏറ്റവും ഇഷ്ടം അതാ. വാ, വാ, വാ. ഓട്സും നിർത്ത് എന്നാ ഇവക്ക് എന്നാന്ന് ഇഷ്ടം? അവൻ എന്നെ ഇഷ്ടം? അവൻ എന്നെ പാല് കലക്കി ഓട്സ് പാല് കലക്കി കുടിക്കണ ഏറ്റവും ഇഷ്ടമെന്നു. ഇവന് ഏറ്റവും ഇഷ്ടം എന്നാന്നറിയാമോ? നെയ്ച്ചാള വറുത്ത ചട്ടിക്കകത്ത് ചോറിട്ട് ഇളക്കി തിന്നണതാണ് ഇവൻ ഏറ്റവും ഇഷ്ടം. അതും പോട്ടെ, അവൻ ആ ചീനിച്ചട്ടി പിടിച്ചിട്ട് ഒരു നക്കുണ്ട് ഇങ്ങനെ. അതിനൊരു ഗുണമുണ്ടായി. ഡ്രൈവിങ്ങിന് ചെന്നപ്പോ പെട്ടെന്ന് അവന് ലൈസൻസ് കിട്ടി. കാരണം സ്റ്റിയറിംഗ് ബാലൻസ് കിടക്കുകയാണല്ലോ. കൾച്ചറില്ലാതെ സംസാരിക്കരുത്. കൾച്ചറില്ലാതെ സംസാരിക്കരുത്. അതല്ല, ആ കൊച്ചു പറഞ്ഞത് കാര്യമുണ്ട്. അതിന് പറയാം. കാരണം അത് സ്റ്റാൻഡേർഡ് ഉള്ള കുടുംബത്തിൽ അതിന് പറയാം. ഇവള് സ്റ്റാൻഡേർഡുള്ള കുടുംബത്തിലോ? അത് ജില്ലാ കളക്ടർ മോളാ, അതുകൊണ്ട് പറയാ. അതിന് എന്തൊക്കെയാ പറഞ്ഞേ? ജില്ലാ കളക്ടറെ മോളാണ് പുള്ളി. ഇതോ? കൊച്ച് ഇവരോ? എന്റെ പൊന്നു കൂടപ്പുറപ്പുങ്ങളെ, അടിമാലി ഗവൺമെന്റ് ആശുപത്രി ഫ്രണ്ടിലുള്ള നൈറ്റ് കടയില് കപ്പയും പോട്ടും 2 ചട്ടം പറ്റി ഇങ്ങനെ കുത്തിയിട്ട് പാത്രത്തിനകത്തിട്ട് തിന്നെന്നും പറഞ്ഞ കളക്ടർ. അത് കറക്റ്റ്
പറഞ്ഞു പല ഇറച്ചിക്കടയിൽ നിന്നും പോട്ടി കളക്കി എന്ന പരിപാടിയല്ലേ ഇവിടെ അപ്പന്. ഇത് മോശമായി പോട്ടോ. സുന്ദരേട്ടാ ഞാൻ പോവുക. രമേ, നീ പോകല്ലേ? ആ കള്ളങ്ങളെല്ലാം പറഞ്ഞു ഓരോന്നിനും പോന്നാട്ടോ. കഷ്ടമായി പോട്ടോ. ഞങ്ങൾ നാട്ടുകാരെ ഇയാളെ ഈ കള്ളം പറഞ്ഞ് പറ്റിക്കേണ്ടായിരുന്നു. അതെ ഇങ്ങോട്ട് വന്നേ. എനിക്ക് താണമില്ലോളൂ ഇത്ര ആൾക്കാരെ പറ്റിക്കാൻ. ഒരു കാര്യം തൊട്ടിക്ക് വന്നേ. എന്തോന്ന്? ഇനി ഞാൻ സത്യം പറയട്ടെ. ആ കാരണവര് എന്റെ അച്ഛനല്ല. ആ അതെ അതെ പല്ലി കളിച്ചു സത്യം. പല്ലി തലച്ചോളാ എനിക്ക് ഇക്കിള് വന്നതാ. അതായത് ഒരു ദിവസം പുള്ളി എന്നെ നോക്കി മോനെ വിളിച്ചു. അപ്പൊ ഞാൻ എന്തോന്ന് വെറുതെ വിളി കേട്ടു. അതിനാണ് എന്റെ അച്ഛനും മോനായിട്ട് ബന്ധം പറഞ്ഞു വന്നത്. ആണുങ്ങളെ പോലെ മൂത്ത് നോക്കി വർത്താനം കുണൂണാന്ന് അവിടെ പോയി വർത്താനം പറയല്ലേ. എന്നാ പറഞ്ഞവൻ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാ. നിങ്ങളുടെ അയാൾ അച്ഛനാന്ന് പറയാൻ നാണമില്ല മനുഷ്യ. ആ പുള്ളി പറഞ്ഞു നിങ്ങളുടെ അച്ഛനല്ല. ഞാൻ അവന്റെ അച്ഛനല്ലാന്ന് പറഞ്ഞു. പറഞ്ഞവൻ ഇപ്പൊ പറഞ്ഞു. അവനെ വിളിച്ച് നീ വിളിച്ചോടാ അവരെ. അവനെങ്കിൽ വിളിച്ചു. നിങ്ങളെ വിളിക്കുന്നു. ഞാൻ പറയുന്നില്ല. പോടാ. ഞാൻ വരൂല. എല്ലാം അങ്ങോട്ട്. സുന്ദരേശ ഇവിടെ വരണം. ഞാൻ വരും. ഞാൻ നിങ്ങളുടെ മോനല്ല. ഞാൻ വരൂല. 10ാം ക്ലാസ്സിൽ വെച്ച് ചട്ടകം പഠിപ്പിച്ച് ചന്തിയിൽ വെച്ച് ഓർക്കണ്ടോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. അവരോട് എങ്ങനെ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ലാന്ന്. പറഞ്ഞു നിങ്ങൾ അച്ഛനല്ലാന്ന് ഇപ്പോൾ ഇപ്പൊ പറഞ്ഞോ. ഒരു ദൈവം ചോദിക്കോടാ. പറഞ്ഞോടാ നീ. ഞാൻ പറഞ്ഞു. എന്നാ നീ അങ്ങനെ പറഞ്ഞത്? അതിന് കാരണമുണ്ട്. എന്താ കാരണം? അതായത് അവിടെ താമസിക്കുന്ന ആരാന്നറിയാമോ? എനിക്ക് എങ്ങനെ അറിയാം? ജില്ലാ കളക്ടർ. അപ്പുറം താമസിക്കുന്ന ആരാന്നറിയാമോ? ജില്ലാ കളക്ടർ. അവിടെ താമസിക്കുന്ന ആരാന്നറിയാമോ? ജില്ലാ കളക്ടർ. ഇതെന്നാണ് ഒരു ജില്ലയിൽ 3 ജില്ലാ കളക്ടർ? അതല്ല, ജില്ലാ കളക്ടർമാർ താമസിച്ച സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊരു അന്തസ്സുണ്ടെന്ന് ഞാൻ പറയരുത്. അങ്ങനെയുള്ള എന്റെ അച്ഛൻ വെറും ഒരു കൗമക്കേറ്റക്കാരാണെന്ന് പറഞ്ഞാൽ എനിക്കത് കുറച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനല്ലാന്ന് ഞാൻ പറഞ്ഞത്. അച്ഛനല്ലാന്ന് നിനക്കൊരു ജോലി കിട്ടി, ഒരു വെളുത്ത പെണ്ണുമ്പളേനെ കിട്ടിയപ്പോ സ്വന്തം അച്ഛനെ നീ അങ്ങ് തള്ളി പറഞ്ഞു. പറഞ്ഞു. നീ പകപോക്കുകയാണല്ലടാ. ഓ ഇത് 6ാം തമ്പുരാനായി പോയില്ല. നിനക്കും ഉണ്ടല്ലോ ഒരു മൂത്ത മോൻ, തുണങ്ങിന്റെ ഹോൾസെയിലുള്ളവൻ. അവൻ നാളെ ജോലി കിട്ടി പെണ്ണുമ്പിളെ ആയി കഴിയുമ്പോൾ അവൻ നിന്നെ തള്ളി പറയും. കേട്ടോടാ തെണ്ടി തെണ്ടി തെണ്ടി. അല്ലെങ്കിൽ വേണ്ട, ഒരു പഞ്ചു കുറവുണ്ട് അത്യാവശ്യം കിട്ടറ ഇതൊക്കെ കേട്ടോ. തമ്പി വേറെ അതെ ഞാൻ പുഷ്കര ഞാൻ ഒരു എന്തുവാണ് ഇത്? ഒരു മനുഷ്യൻ കയറി വന്ന് എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അതിലെങ്ങനെ വിഷമിക്കുന്നത്? പുഷ്കര അതെ സുന്ദരേശ എന്തോ നാണമില്ല തനിക്ക് പോയി ചത്തോടെ അച്ഛനെ മാറ്റി പറഞ്ഞു. വേറെ വല്ല പണി പോലെ സുന്ദരേട്ടാ നിങ്ങളിത് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ദേ അച്ഛന്റെ ഫോൺ വന്നേക്കുന്നു. എന്താണ്? അച്ഛന്റെ ഫോൺ വന്നേക്കുന്നെന്ന്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്നെ വന്ന് നാണം കെടുത്തിട്ട് പോയിട്ട് പുറത്ത് പോയിട്ട് ഫോൺ ചെയ്യണം. ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ. ആ എടാ മോനെ, എന്ത് എന്നാ വിശേഷം? എന്നെ വിശേഷമൊന്നുമില്ല. മോനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനായില്ലേ? ഞാൻ എന്നടാ നാണം കെടുത്തിയേ? പിന്നെ എന്തുകൊണ്ട് ഒന്ന് കാണിച്ചു ഇവിടെ വന്നിട്ട്? ഞാനോ? ആ ഇങ്ങോട്ട് വന്നോ? പിന്നെ അല്ലാണ്ട് ഇവിടെ കാലയിൽ ആണി കയറിട്ട് 2 ആഴ്ചയായിട്ട് ഞാൻ വീട്ടിലിരിക്കുക. പിന്നെ ഞാനിങ്ങനെ നിന്നെ കാണാൻ തന്നെ ആരും ആണി കയറിട്ട് വീട്ടിലിരിക്കണ്ട. 2 ആഴ്ചയായിട്ട് ഞാൻ വീട്ടിലിരിക്കുക. പിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്ന? എങ്ങനെയാ അച്ഛൻ ഇപ്പൊ എവിടെ സംസാരിക്കുന്നത്? ഞാൻ വീട്ടിൽ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെങ്ങളും ഞാനും അളിയനും എല്ലാവരും കൂടി. നിങ്ങൾ പിള്ളേരും ഭക്ഷണം കഴിക്കാൻ വരും, അതറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ല അച്ഛൻ അപ്പൊ ഇങ്ങോട്ട് വന്ന വീട്ടിൽ നിന്നാണ് വിളിക്കണേ? വീട്ടിൽ നിന്നാണ് വിളിക്കണേ. ഞാൻ നിന്റെ വീട്ടിലേക്കൊന്നും വന്നില്ലടവേ. അപ്പൊ നമ്മുടെ അച്ഛാ അച്ഛൻ വന്നില്ലേ? പിന്നെ ആരാ ഇവിടെ വന്നത്? മാവേലി നാടും നാടിടും നിന്റെ അച്ഛൻ ഇവിടെ വന്നതുമില്ല, നിന്റെ മാനം കളഞ്ഞതുമില്ല. നിന്റെ ഉള്ളിലെ അഹംഭാവം ഇല്ലാതാക്കാൻ നിന്റെ ഉപബോധ മനസ്സിൽ ഞാൻ കാണിച്ചു തന്ന ഒരു സ്വപ്നം മാത്രമാണ്. ദേ സുന്ദരേട്ടാ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു വന്നേ വാ. എടീ ഇതൊന്നുമല്ല ഓണം. നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നതേ ഉള്ളൂ. അയ്യോ അതെന്തിനാ പതുക്കെ പറയുന്നത്? ഒച്ചത്തി പറയുന്ന നാട്ടുകാരൊക്കെ ഒന്ന് കേക്കട്ടെ. നാട്ടുകാരെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഓണം ആഘോഷിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടില് നമ്മുടെ അച്ഛനും അമ്മയും മക്കളും കൂട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് അടിപൊളി ഓണമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അടിപൊളി ഓണം. ഓണം അടിപൊളിയാക്കാൻ പോവാണോ? പിന്നെ എന്നാ പിന്നെ ഞങ്ങൾ കൂടെ അങ്ങോട്ട് വന്നോട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്കും കൂടാം. വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ. പുലരുന്ന പൊന്നോണത്തെ പുകട്ടുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീ വാ 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 ഉത്രാടപ്പൂ. അങ്ങനെ വീണ്ടും ആ 2 അനുജത്തിമാർ അല്ല 2 അമ്മമാരെന്ന് പറയാവോ? 2 മേഡവും 2 ഫ്രണ്ട്സും കൂടെ നമ്മുടെ 2 ഫ്രണ്ട്സും വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവരിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് ഇവരുടെ പക്കൽ നിന്ന്. മെയിനായിട്ട്
ഇപ്പോ ചേച്ചിയുടെ ഷീലാമ്മയെ ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഷീലാമ്മ പോലും ഇത്രയും പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഷീലാമ്മയെ അതിഗംഭീരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു താരത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുള്ളൂ. അത് ദേ നിൽക്കുന്നു, സാക്ഷാൽ ശ്രീലത നമ്പൂതിരി. നാക്കല്ലേ ഉപ്പും പുളിയെ കൂട്ടണല്ലേ, മാറിയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുബലക്ഷ്മി അമ്മ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കച്ചേരിയൊക്കെ ഒന്ന് കേൾക്കണം, നമ്മൾ അറിയാതെ അവിടെ തന്നെ ഇരിക്കും എന്നാണ് കേട്ടിട്ടുള്ള ഓഡിയൻസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കച്ചേരിയിൽ ഒരു കീർത്തനം ഒന്ന് പാടാവോ? മൈക്ക് റെഡി. പറഞ്ഞത് എത്രയും എനിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരുപാട് സോപ്പിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, നിറയെ പാടാം. മറി മറി നിന്നെ മുരളിട, മറി മറി നിന്നെ മുരളിട, നീ മനസ്സുന ഡയറാതു, മറി മറി നിന്നെ മുരളിട, നീ മനസ്സുന ഡയറാതു, മറി മറി നിന്നെ. ശരിക്കും എപ്പോഴാ ഷീലാമ്മേനെ അനുകരിക്കാൻ തോന്നി തുടങ്ങിയത്, അല്ലെങ്കിൽ എത്ര കാലമായി അനുകരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായിട്ട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ട്, പ്രത്യേകിച്ച് ഉദയയുടെ സിനിമകളിലൊക്കെ ഈ കണ്ണപ്പനുണ്ണി, കടത്തനാട്ടുമാക്കം, അങ്ങനെയൊക്കെയുള്ള. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അന്നത്തെ ഒരു നായിക സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് ഷീലാമ്മ. കാരണം നല്ല വടിവത്ത ശരീരം, പിന്നെ നല്ല പല്ല്, നല്ല ചിരി, നല്ല നിറം, ആ അന്നത്തെ ഒരു സങ്കല്പം. അതെ അതെ, അത് ഷീലാമ്മ ഇവിടെ വന്നപ്പോഴും പറഞ്ഞു, അന്ന് ശരിക്കും സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് അതായിരുന്നു. അതെ, കുറച്ച് അങ്ങനെയല്ല, കുറച്ച് വണ്ണമൊക്കെ വേണമായിരുന്നു. ഞാനൊക്കെ ആദ്യകാലത്ത് വന്നപ്പോൾ ഭയങ്കര മെലിഞ്ഞിരുന്നു. അപ്പം കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ തീറ്റിക്കുകയായിരുന്നു, ഇങ്ങനെ പഴഞ്ഞു കുടിപ്പിക്കുക. വന്നതിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ ജനറേഷന് മുമ്പ് വന്നപ്പോ തോന്നിയോ ഇത് കുറയ്ക്കണം, സ്ലിം ആവണമെന്ന്? അങ്ങനെ തോന്നിയില്ല. ഇല്ല, ഇത് തന്നെയാ നല്ലത്. അതെ, മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ, വെറുതെ ഇങ്ങനെ മരിച്ചിനെ കമ്പിൽ നടന്നാ മതിയോ? നമുക്ക് എല്ലാവർക്കും ഷീലാമ്മയെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യണത് കാണണം. ഷീലാമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടണം. അതായത് പണ്ടത്തെ സിനിമകളിൽ കണ്ണപ്പനുണ്ണി, കടത്തനാട്ടുമാക്കം ഇങ്ങനെയുള്ള സിനിമകളിൽ 4 ആങ്ങളമാർക്കൊരു പെങ്ങളായിരിക്കും. അപ്പോൾ ആങ്ങളമാർ ഭയങ്കര കൊഞ്ചിച്ച് വളർത്തുക. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ ആങ്ങളമാർ പറയും, പെങ്ങൾ വിധിക്കട്ടെ, പെങ്ങൾ തീരുമാനിക്കട്ടെ, പെങ്ങൾ വിധി കൽപ്പിട്ട്. അങ്ങനെ ഒരാൾ വന്നിട്ട് ഒരു ഭാര്യയ്ക്ക് വിഷം കൊടുത്തിട്ട് ഒരുത്തനെ കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പം പെങ്ങൾ വിധിക്കുക, സ്വന്തം ഭാര്യയ്ക്ക് വിഷം കൊടുത്ത നീചനായ കുറ്റവാളി ഇന്നേക്ക് 10-ാം നാൾ നക്ഷത്രക്കിണറ്റിൽ കൊണ്ടുപോയി തലയരിഞ്ഞു കളയാൻ ഈ കടത്തനാട്ടുമാക്കം വിധി കൽപ്പിക്കുന്നു. സത്യം കേട്ടോ, ഒറിജിനൽ വോയിസ്. കാരണം ഇവിടെ വന്ന് ഷീലാമ്മ ഞാനുമായിട്ട് പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്തതാണ്. അതെല്ലാം എനിക്ക് കറക്റ്റ് സെയിം കറക്റ്റ് ബോഡി മൂവ്മെന്റ്സ് വരെ അതേപോലെ. ഇനിയിപ്പോ ബോഡി മൂവ്മെന്റ്സ് നമുക്ക് ഒരുമിച്ച് കാണാം. മനസ്സിനക്കരയിലൊക്കെ ഉണ്ട്. മനസ്സിലക്കര ഡയലോഗ് എന്ന് പറഞ്ഞേ. അതൊരു പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ജയറാം ചോദിക്കുന്നു, ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചേക്കാണല്ലേ? സിനിമ എത്ര പ്രാവശ്യം കണ്ടു? 2 പ്രാവശ്യം കണ്ടുള്ളൂ. ഓക്കെ, പറഞ്ഞു. ചോദിക്കും, ഈ പള്ളി ഓർമ്മയുണ്ടോ കൊച്ചു ത്രേസ്യക്കെന്ന് ചോദിക്കും. പറയും, ഈ പള്ളി ഓർമ്മയുണ്ടോ കൊച്ചു ത്രേസ്യക്ക്? ഇത് ഞങ്ങളുടെ പള്ളിയാ. ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ മുക്കിയതും ഞാൻ ആദ്യ കുർബാന കൈക്കൊണ്ടതും. ഇതാ ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തുക്കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്റെ അമ്മോ, ഇത്രയും പെർഫെക്ഷൻ ചേച്ചി. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാ, പക്ഷെ ഇതിന്റെ മുമ്പിൽ നമിച്ചു കേട്ടോ. അതെയോ? അപ്പൊ ഇനി മേലുള്ള ഷോയ്ക്കൊക്കെ എന്നെ കൂട്ടിക്കണം ഉറപ്പായിട്ടും. ഇനി ചേച്ചിയുടെ അടുത്ത പ്രകടനം ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഷീലാമ്മ നടന്നു വരുന്നു, ഒന്ന് കാണിച്ചേ. പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ മോഹം പൂന്തേനരുവി. ഞാൻ നസീർ സാറാവാം, ചേച്ചി ഷീലാമ്മ.
അപ്പൊ നിൻപദങ്ങളിൽ പാട്ട് വേണം. നിൻപദങ്ങളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡാൻസ് കളിക്കുന്നു, ഒപ്പം ചേച്ചിയും. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, മനുഷ്യനായ കൊച്ചൊക്കെ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വിഴികളാടി. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കൊരു വിശേഷവുമില്ല. ഓണമെല്ലാം പഴയ പോലെ തന്നെയാണോ? നിങ്ങളില്ലാത്ത ഓണത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ വഞ്ചിയിൽ വെച്ച് തുഴഞ്ഞു കൊണ്ടുപോയ ഓണം നീ മറന്നിട്ടില്ലല്ലേ? ഇല്ല, ഞാനിങ്ങനെ മറക്കും. അന്ന് എന്തൊരു തുഴച്ചിലായിരുന്നു തുഴഞ്ഞത്. അതെ അതെ, കൊച്ചു കള്ള. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് അമ്മമാരും ഇവിടെ വന്ന് ഇത്രയും നേരം അവരുടെ ഓണത്തിനെ കുറിച്ചുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ സിനിമയിലെ വിശേഷങ്ങളും രണ്ടുപേരും കസറി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? പറഞ്ഞോളൂ. എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. എന്താണെന്നറിയോ, ഈ ഓഡിയൻസ് നമുക്ക് ശക്തിയില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പേടിച്ചാണ് വന്നത്. അതാണ് സത്യം. ആദ്യമായിട്ടാണ് സ്റ്റേജ്. ഒരുപാട് റെക്കോർഡ് ചെയ്തില്ല, അത് വേറെ കാര്യം. ഈ സ്റ്റേജിലാണ് ആദ്യം ഞാൻ അരങ്ങേറുന്നത്. അപ്പോൾ ഇവരെല്ലാവരുമാണ് അതിൻ്റെ ഒരു ഊർജം തന്ന് എനിക്ക് ഇത്രയും ശക്തി തന്നത്. എനിക്ക് അതന്നെ ഞാൻ പറഞ്ഞു, പ്രായമായെന്ന് പറഞ്ഞ് ഞാൻ പ്രായം മറന്ന് നിങ്ങളോടൊപ്പം ഇരുന്ന് ചാനലിന് വേണ്ടി എൻ്റെ എനർജി മൊത്തം ഞാനിപ്പോൾ രണ്ടാമത് അഭിനയിക്കാൻ വന്നത്, എൻ്റെ ഹസ്ബൻഡൊക്കെ മരിച്ചു പോയെങ്കിലും ഞാൻ രണ്ടാമത് അഭിനയിക്കാൻ വന്നത് ഇതുപോലെ സുരാജിനെ പോലുള്ള ചെറുപ്പക്കാരായ ആൾക്കാരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഒരുപാട് സന്തോഷം ചേച്ചി ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ വന്നതിന്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ ഇനിയും നമുക്ക് ഇതുപോലുള്ള വേദികളിൽ വെച്ച് കാണാം. അതുപോലെ തന്നെ സ്റ്റേജ് ഷോ ഉറപ്പായിട്ടും ഇത് വിളിച്ചേ പറ്റൂ. കാരണം ഓഡിയൻസിന്റെ കൈയടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശീലമയാണെന്ന് എന്നെ സാക്ഷിയാട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് ശരീരത്തിലല്ല മനസ്സിനാണ് പ്രായം. നമ്മൾ എപ്പോഴും ചെറുപ്പക്കാരാണെന്ന് നമ്മൾക്ക് അടുത്ത് പറയുക മാത്രമല്ല അത് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ് രണ്ടുപേരും കാണിച്ചു തന്നെ. ഞങ്ങൾ ചെറുപ്പക്കാരാണെന്ന് ഇത്ര ധൈര്യത്തോടെ ഇത്രയും എനർജറ്റിക് ആയിട്ട് പറയുന്ന ഈ രണ്ടുപേരെ നമുക്ക് ഗസ്റ്റായി കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ഇന്ന് രണ്ട് ചേച്ചിമാരും വന്ന് ഓണവിശേഷങ്ങളൊക്കെ പങ്കിട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് മടങ്ങാനുള്ള സമയമായി. ഏകദേശം 10:30 ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.